ചിന്നക്കനാൽ സിമന്റ് പാലത്തിന് സമീപം ആനയിറങ്കൽ ജലാശയത്തിലേക്കുള്ള മൺ റോഡ് അടച്ച് വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ച സംഭവത്തിൽ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയത് പ്രഹസനമെന്ന് ആരോപണം. സൂര്യനെല്ലി റിസർവ് എന്ന പേരിൽ കരട് വിജ്ഞാപനം ചെയ്ത ഭൂമിയിലാണ് വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചതെന്നും അതിനാൽ തന്നെ റവന്യൂ വകുപ്പിന്റെ അവകാശവാദം നിലനിൽക്കില്ലെന്നുമാണ് സൂചന. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടാണ് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ ദേവികുളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് നോട്ടീസ് നൽകിയത്. ചിന്നക്കനാൽ വില്ലേജിൽ 1 സെന്റ് പോലും വനഭൂമി ഇല്ലെന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെ വാദം. റവന്യൂ ഭൂമി കയ്യേറി വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചുവെന്നും റവന്യൂ അധികൃതർ പറയുന്നു. എന്നാൽ വനം വകുപ്പിന്റെ ഭൂമിയാണിതെന്നും HNLന്റെ പാട്ടക്കാലാവധി അവസാനിച്ചതോടെ ഈ ഭൂമി തിരികെ ഏറ്റെടുത്തുവെന്നുമാണ് വനം വകുപ്പ് അധികൃതരുടെ വാദം. മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ബോർഡ് കാട്ടാന നശിപ്പിച്ചതിനാലാണ് പുതിയ ബോർഡ് സ്ഥാപിച്ചതെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. സൂര്യനെല്ലി റിസർവ് എന്ന പേരിൽ 2021 മാർച്ച് 24-ന് കരട് വിജ്ഞാപനം ചെയ്ത ഭൂമിയിലാണ് വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതെന്നും ഇതിനാൽ തന്നെ റവന്യൂ വകുപ്പിന്റെ അവകാശവാദം നിലനിൽക്കില്ലെന്നുമാണ് വിവരം. റിസർവ് വനമായി കരട് വിജ്ഞാപനം ഇറങ്ങിയപ്പോൾ മൗനം പാലിച്ച റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനാണ് എതിർവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്ന് കോൺഗ്രസും പ്രതിപക്ഷവും ആരോപിക്കുന്നു. ഇത് കള്ളനോട്ട് പിടിച്ചു കഴിഞ്ഞാൽ കള്ളന് തന്നെ നിന്റെ നോട്ട് ഒറിജിനലാണോ കള്ള നോട്ടാണോ എന്ന് തെളിയിക്കാൻ കള്ളനോട്ട് അടിച്ചവനോട് പറയുന്നത് പോലെയാണ് ഇപ്പോ റവന്യൂ വകുപ്പിന്റെ വാദഗതി. കാരണം റവന്യൂ വകുപ്പ് പറയുന്നു അവിടെ വനഭൂമി ഇല്ല, 1 ഇഞ്ച് പോലും വനഭൂമി ഇല്ല എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് രേഖകൾ വഴി പറയുന്നത്. പിന്നെ എന്തിനാണ് റവന്യൂ വകുപ്പ് വനം വകുപ്പിന് ഈ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്? നിങ്ങൾക്ക് ചിന്നക്കനാലിൽ വനഭൂമി ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്തിനാണ് വില്ലേജ് ഓഫീസർ അവിടെ റേഞ്ച് ഓഫീസർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്? അപ്പൊ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ്. ഇവിടെ മറുപടി പറയേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരും MLA-മാരുമാണ്. ഇടുക്കി ജില്ലയിൽ പുതുതായി 1 ഇഞ്ച് ഭൂമി പോലും വനഭൂമിയാക്കില്ല എന്നിവർ മാറി മാറി പറയുമ്പോൾ വനം വകുപ്പ് പറയുന്നു ഞങ്ങൾ ചിന്നക്കനാലിൽ ഞങ്ങൾക്ക് വനഭൂമിയുണ്ട്. റവന്യൂ വകുപ്പ് പറയുന്നു ചിന്നക്കനാലിൽ 1 ഇഞ്ച് പോലും വനഭൂമി ഇല്ല. പിന്നെ എന്തിനാണ് ഈ റവന്യൂ വകുപ്പ് വനം വകുപ്പിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്? റവന്യൂ വകുപ്പിന്റെ സ്ഥലത്ത് ആരെങ്കിലും അനധികൃതമായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം കേസെടുക്കുകയാണ് യഥാർത്ഥത്തിൽ റവന്യൂ വകുപ്പ് ചെയ്യേണ്ടത്, അല്ലാതെ അവിടെ നോട്ടീസ് കൊടുക്കുകയല്ല. 2020 ശേഷം ചിന്നക്കനാൽ വില്ലേജിൽ മാത്രം 656.74 ഹെക്ടർ ഭൂമിയാണ് റിസർവ് വനമായി കരട് വിജ്ഞാപനം ചെയ്തത്. അപ്പോഴൊക്കെ റവന്യൂ വകുപ്പ് ഇതിൽ എതിർപ്പുന്നയിച്ചിരുന്നില്ല. റിസർവ് വനമായി കരട് വിജ്ഞാപനം ഇറങ്ങിയാൽ ആ ഭൂമി വനം വകുപ്പിന്റെ അധീനതയിലാകുമെന്നുള്ളതും ആശങ്ക ഉയർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.